Hi students, SLC IT sample questions le Python ഭാഗത്തുനിന്നുള്ള question നോക്കാം. A Python program and its output is given here. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ പൈത്തണിൽ ചെയ്താൽ ഈ ഒരു ഔട്ട്പുട്ട് 1 ആണ് കിട്ടുക. അതിൽ വേണ്ട ചേഞ്ചസ് ചെയ്തിട്ട് type the given program and run it so as to get the first output. Rewrite the same program to get second output 2. Save it in the folder exam10 in home with your register number underscore question number as its file name. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഈ ഒരു പ്രോഗ്രാമാണ്, ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഇത് കിട്ടുക. അതിൽ വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് 2 ആക്കി മാറ്റേണ്ടത്. അപ്പം ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. എ പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് പൈത്തൺ ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഇതിലാദ്യം ഓപ്പണായി വന്നിരിക്കുന്നത് ഒരു പൈത്തൺ ഷെല്ലാണ്. അപ്പോൾ നമുക്കൊരു എഡിറ്റഡ് വിൻഡോ കിട്ടാൻ വേണ്ടിയിട്ട് ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ ഈ ഒരു കോഡ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ കോഡ് കൃത്യമായിട്ട് തന്നതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താണ്ട് കൃത്യമായിട്ട് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം. പെൻ സൈസ് ബ്രാക്കറ്റിൽ 3, എൻ്റർ, കളർ ബ്രാക്കറ്റിൽ ഇൻവേർട്ടർ കോമയ്ക്കകത്ത് ബ്ലാക്ക്, ഇൻവേർട്ടർ കോമ ബ്രാക്കറ്റിൽ പിങ്ക്, ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ്. നെക്സ്റ്റ് എൻ്റർ അടിച്ചു, ബിഗിൻ ഫില്ല്. ഇനി 4i ഇൻ റേഞ്ച്, ബ്രാക്കറ്റിൽ 6. അത് കഴിഞ്ഞിട്ട് കോളൻ കൊടുത്തതിന് ശേഷമാണ് എൻ്റർ. അപ്പോൾ കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ടാണ് കഴ്സർ ഉണ്ടാവുക. അപ്പോൾ അതൊരു ലൂപ്പ്, ആ ഫോർ ലൂപ്പിനുള്ളിൽ വർക്ക് ചെയ്യുന്ന കമാൻഡ്സ് ആണ് ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുക. ഫോർവേഡ് 20, സർക്കിൾ 10, forward 20. ഇനി 4j അടുത്ത ഫോർ ലൂപ്പ് തുടങ്ങാണ്. 4j ഇൻ റേഞ്ച്, ബ്രാക്കറ്റിൽ 4, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോളൻ. ഇനി അതിൻ്റെ ലൂപ്പ് ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് കഴ്സർ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൂപ്പിലുള്ള കമാൻഡ്സ് റൈറ്റ് 90, അതേപോലെ ഫോർവേഡ് 40. ഇനി ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ റൈറ്റ് 30 കൊടുക്കേണ്ടത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഒന്നും കൂടി ബാക്ക് സ്പേസ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആ സ്പേസ് ഒക്കെ നോക്കിയിട്ട് വേണം ടൈപ്പ് ചെയ്യാൻ. ഇനി ഫോർവേഡ് 20. ഇനി എൻ്റർ പ്രസ് ചെയ്തു, എൻഡ് ഫിൽ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തു. ഇവിടെ ഹോമിലാണ് ഉള്ളത്. ഇനി നമ്മളിതിൻ്റെ exam10 എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്, 3 എന്ന് കൊടുത്തു. ഗ്രൂപ്പ് 3ലെ ക്വസ്റ്റ്യൻ ആണ്. സേവ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റണ്ണിലെ റൺ മൊഡ്യൂൾ. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഔട്ട്പുട്ട് 1 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന പ്രോഗ്രാം, അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഈ പ്രോഗ്രാമിൽ വേണ്ട ചേഞ്ചസ് വരുത്തിയിട്ട് ഇതുപോലെ ഒരു ഫുൾ ഫിഗർ ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 6 പ്രാവശ്യമാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 പ്രാവശ്യമാണ് ഇവിടെ ഇതൊരു പകുതിയായിട്ട് വന്നത്. ഇതിവിടെ നമ്മൾ എണ്ണി നോക്കിയാൽ 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു 4i ഇൻ റേഞ്ച് എന്നുള്ളിടത്ത് 6ന് പകരം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് 12 ആണ്. അപ്പോൾ ഇത് 12 ടൈമർ റിപ്പീറ്റ് ചെയ്താലാണ് ഈ പറയുന്ന ഒരു ഫിഗർ നമുക്ക് കിട്ടുള്ളൂ. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആണ് അവിടെ വേണ്ടത്. ഓക്കെ, അത് കറക്റ്റ്.
അതേപോലെ ഇനി നമുക്ക് മാറ്റേണ്ടത് ഓറഞ്ച്. ഇതിനുള്ളിൽ ഫില്ല് ചെയ്ത് വരേണ്ട കളർ ഓറഞ്ച് ആണ്. അപ്പോൾ ഇവിടെ പിങ്കിന് പകരം നമ്മൾ ഓറഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ 12 എന്ന് കൊടുത്തു, അതേപോലെ ഇവിടെ കളർ ഓറഞ്ച് എന്ന് കൊടുത്തു. അപ്പോൾ ഈ വന്ന ചേഞ്ചസ് നമ്മളൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ പിന്നെ ഡിഫോൾട്ടായിട്ട് അത് സേവ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ റണ്ണിൽ ജസ്റ്റ് റൺ മൊഡ്യൂൾ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ്, ഓക്കെ ടു സേവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ എന്ന് കൊടുത്താൽ ഈ ചേഞ്ചസ് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വച്ച ഫയലിലേക്ക് സേവ് ആവുന്നതാണ്. ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ ആ ചേഞ്ചസ് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിഗറാണ് ഇപ്പോൾ ഇവിടെ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ തന്നൊരു ഫിഗർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് വേറെയായിട്ട് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചേഞ്ചസ് നമ്മൾ ഈ ജസ്റ്റ് റണ്ണ് ചെയ്യുമ്പോൾ സേവ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എ പൈത്തൺ പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇസ് ഗിവൺ ഹിയർ. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്താൽ ഈ ഒരു ഔട്ട്പുട്ട് 1 ആണ് കിട്ടുക. അതിനെ നമുക്ക് ഔട്ട്പുട്ട് 2 ആക്കിയിട്ട് ഒന്നും കൂടി അതിൽ റീറൈറ്റ് ചെയ്യാനാണ് ഉള്ളത്. അതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഔട്ട്പുട്ട് തന്നിരിക്കുന്നു. അത് ആദ്യം റണ്ണ് ചെയ്യുക, അതിനുശേഷം ഔട്ട്പുട്ട് 2 ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഫയലിൽ ന്യൂ ഫയൽ എടുക്കുക. നേരത്തെ പോലെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ കോളൻ കൊടുക്കണം. കോളൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ ലൂപ്പിലേക്കുള്ളത് കൊടുക്കുന്നു. ഫോർവേഡ് ബ്രാക്കറ്റ് 200 എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഫോർ ജെ ഇൻ റേഞ്ച് ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് 3 എന്ന് കൊടുത്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കോളൻ. ഇനി ഇവിടെ ഫോർവേഡ് 50 എന്ന് കൊടുക്കുന്നു. ഇവിടെ റൈറ്റ് 120 കൊടുക്കുന്നു. ബാക്ക് സ്പേസ് കൊടുക്കുക. നമുക്ക് ഇത്രയും സ്പേസ് കഴിഞ്ഞിട്ടാണ് വേണ്ടത്. ലെഫ്റ്റ് 162 എന്ന് കൊടുത്തു. എൻ്റർ. ഇനി ഒന്നും കൂടി ബാക്ക് സ്പേസ് എൻഡ് ഫില്ല് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത് നമ്മൾ സേവ് ചെയ്യുക. ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോമിൽ exam10 എന്ന ഫോൾഡർ എടുക്കുന്നു. അതിൽ നമ്മൾ ഈ പറയുന്ന ഫയൽ സേവ് ചെയ്യുന്നു. _question number 3 എന്ന് കൊടുത്തു. സേവ്. അപ്പോൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഈ ഒരു ഫിഗർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഇവിടെ ഓറഞ്ച് എന്നുള്ളിടത്ത് റെഡ് ബോർഡറും അതേപോലെ ഫില്ല് ചെയ്യേണ്ടത് സിയാൻ എന്നുള്ളിടത്ത് യെല്ലോ ആണ് വേണ്ടത്. അതേപോലെ ഇത് കംപ്ലീറ്റ് ആക്കുകയും വേണം. അപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 4i in range 19 ആണ്. 19 ടൈംസ് ആണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. അതിന് 20 കൊടുത്താൽ മതി. അപ്പോൾ പ്രോഗ്രാം എടുത്തിട്ട് ഈ റേഞ്ച് എന്നുള്ളിടത്ത് 90 എന്നുള്ളത് കളഞ്ഞിട്ട് 20 എന്ന് കൊടുക്കുന്നു. ഓറഞ്ച് എന്നുള്ളിടത്ത് റെഡ് കൊടുത്തു. അതേപോലെ തന്നെ ഫില്ല് ചെയ്യേണ്ടത് യെല്ലോ എന്നും കൊടുത്തു. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് വരുത്തിച്ചത്. അപ്പോൾ ഇവിടെ റെഡ് കൊടുത്തു, അതേപോലെ യെല്ലോ കൊടുത്തു, അതേപോലെ ലൂപ്പ് 20 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നും കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ചേഞ്ചസ് ആണ് വരുത്തിയത്. ആ ചേഞ്ചസ് നമ്മൾ റൺ മൊഡ്യൂൾ കൊടുക്കുമ്പോൾ ഇവിടെ സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ് എന്ന് ചോദിക്കും. ഓക്കെ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിഗർ നമുക്കിവിടെ ഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തന്ന ഈ ഒരു ഔട്ട്പുട്ട് 2 തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.